സ്നേഹമുള്ള യാക്കോബായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നടന്ന ചർച്ചയുടെ ഒരു ഭാഗമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. എതിർകക്ഷികളായ കാതോലിക്ക കക്ഷികൾ 6 പള്ളികൾ പിടിച്ചു കൊടുക്കുവാനായിട്ട് സർക്കാരിൽ ബഹുമാനപ്പെട്ട കോടതിയിൽ കൊടുത്ത കേസിൻ്റെ അടിസ്ഥാനത്തിൽ വിധി നടപ്പാക്കാത്തതിനെ കുറിച്ച് രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായത്. ഈ ജൂൺ മാസത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ്, ജൂൺ മാസത്തിൽ എന്തായിരുന്നാലും ചർച്ച് ബില്ല് കൊണ്ടുവരുമെന്ന് ഒരു വട്ടം നമ്മുടെ സഭാ നേതൃത്വം സൂചിപ്പിക്കുകയുണ്ടായി. ജോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി തന്നെ ഏതാണ്ട് ജൂൺ മാസത്തോടു കൂടി തന്നെ കൊണ്ടുവരും, ചർച്ച് ബില്ല് കൊണ്ടുവരും എന്ന് പറയുകയുണ്ടായി. വാ തുറന്ന് തന്നെ പറയുകയുണ്ടായി. ആർക്ക് വേണമെങ്കിലും പറയാം, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞതിന് തെളിവുണ്ടോ? തെളിവൊക്കെ ഇതിൻ്റെ മുകളിൽ കിടപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ മുകളിൽ കിടപ്പുണ്ട്. നേരിട്ട് സംസാരിക്കുന്ന ഭാവം തന്നെ നമുക്ക് കേൾക്കാൻ പറ്റും. അതൊന്നും ഡബ് ചെയ്താവുന്നോ അങ്ങനെ ചെയ്താവുന്നോ ഇങ്ങനെ ചെയ്താവുന്നൊക്കെ ആർക്ക് വേണമെങ്കിലും പറയാം. സത്യം എന്ന് പറയുന്ന ഒന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചർച്ച് ബില്ല് കൊണ്ടുവരും എന്ന് പറയുകയും ചർച്ച് ബില്ല് വരാനായിട്ട് ഈ ജൂൺ മാസത്തിൽ കാത്തിരിക്കുകയുമാണ്. ഈ 6 പള്ളികളുടെ കേസിന്മേൽ സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട്, കൃത്യമായ നിലപാടുകൾ സർക്കാർ സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ 6 പള്ളികൾ പിടിച്ച് കാതോലിക്ക കക്ഷിക്ക് കിട്ടാതെ പോയതിൻ്റെ പശ്ചാത്തലം സംസ്ഥാന സർക്കാർ വേണ്ട നിലപാട് സ്വീകരിക്കാത്തത് കൊണ്ടാണ്. എന്താ സ്വീകരിക്കാത്തതിൻ്റെ കാരണവും വളരെയധികം വ്യക്തമാണ്. യാക്കോബായ സഭയുടെ പള്ളികൾ പിടിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ സാരം. അപ്പോൾ അത് ഉണ്ട് എങ്കിൽ എന്തുകൊണ്ട് അതൊന്നും താമസിക്കും തോറും പ്രശ്നങ്ങൾ രൂക്ഷമാകുകയാണ്. ഒന്നുകിൽ ഇവിടെ വേണ്ടത് ചർച്ച് ബിൽ, അതായത് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് KT തോമസ് സാർ കൊണ്ടുവന്നിരിക്കുന്ന ചർച്ച് ബില്ല് കൊണ്ടുവരണം. അതല്ലെങ്കിൽ ഓരോ പള്ളിക്കും കാതോലിക്ക കക്ഷിയാണോ വേണ്ടത്, പാത്രികീസ് പക്ഷമാണോ വേണ്ടത് എന്നുള്ള ഒരു ഇലക്ഷൻ നടത്തി ഭൂരിപക്ഷം ആർക്കാണോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആളുകൾക്ക് പള്ളി കൊടുത്ത് പ്രശ്ന പരിഹാരം കണ്ടെത്താനായിട്ട് ബഹുമാനപ്പെട്ട സർക്കാർ ഉത്തരവിറക്കണം, അല്ലെങ്കിൽ ഓർഡിനൻസ് ഇറക്കണം, അല്ലെങ്കിൽ ബില്ല് പാസ്സാക്കണം. ഇതാണ് വേണ്ടത്. ബഹുമാനപ്പെട്ട കോടതിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഉത്തരവ് 2017 നടന്നിരിക്കുന്ന 3 പള്ളികളുടെ അടിസ്ഥാനത്തിലാണ് കേസ് വന്നിരിക്കുന്നത്. 1064 പള്ളികൾക്കാണ് വന്നിരിക്കുന്ന കേസുകൾ. എന്താ 3 പള്ളികളുടെ കേസുകൾ? കോലഞ്ചേരി, മണ്ണത്തൂര്, വരിക്കൂലി. ഈ 3 പള്ളികളെ സാമ്പിൾ കേസുകളായി കണ്ടുകൊണ്ടാണ് അന്ന് കേസെടുത്തത്. അതായത് KS വർഗീസിന്റെ നിരീക്ഷണത്തിൽ സഭ ഒന്നായിരുന്ന കാലത്ത് കാതോലിക്ക കക്ഷിയുടെ 1934 എന്ന് പറയുന്ന ഭരണഘടന അംഗീകരിക്കുകയും അവരുടെ വികാരിയെ അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ള പള്ളികൾക്കാണ് കേസ്. അല്ലാത്ത പള്ളികൾക്കൊക്കെ കേസ് ഇല്ല. കേസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് വസ്തുത. അതിന് പകരം ഇവിടെ ഉരുണ്ടുകളി നടക്കുന്നുണ്ട്. നമ്മൾ ചുമ്മാ വെറുതെ നീട്ടിക്കൊണ്ട് പോയിട്ട് കാര്യമില്ല. ഇവിടെ ബഹുമാനപ്പെട്ട പിണറായി സർക്കാർ എല്ലാ മെത്രാപ്പോലിത്തമാർക്കും അവരുടെ അഭിപ്രായം പറയാനായിട്ട് കത്തയച്ചു. കാതോലിക്ക കക്ഷികളുടെ മെത്രാപ്പോലിത്തമാർ എന്താണ് എഴുതി കൊടുത്തതെന്ന് മാത്രം ഞാനിവിടെ പറയാം. ഇവിടെ 1934 അനുസരിച്ചുള്ള ഭരണഘടന അനുസരിച്ച് എല്ലാ പള്ളികളും ഭരിക്കപ്പെടണമെന്നും 2017 വിധി നടപ്പാക്കി തരണമെന്നുമാണ് ബഹുമാനപ്പെട്ട സർക്കാരിനോട് കാതോലിക്ക കക്ഷികളുടെ മെത്രാപ്പോലിത്തന്മാര് ഒന്നിച്ചെഴുതി കൊടുത്തത്. എനിക്ക് രണ്ടാമത് ചോദിക്കാനുള്ള ചോദ്യം യാക്കോബായ സഭയോടാണ്. യാക്കോബായ സഭയുടെ മെത്രാപ്പോലിത്തന്മാർ എന്താണ് എഴുതി കൊടുത്തതെന്ന് ബഹുമാനപ്പെട്ട ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി ഒന്ന് പറയണം സഭാമക്കളോട്. എന്താ അത് പറയാനുള്ള ബുദ്ധിമുട്ട്? ഇത് ഞങ്ങൾ പറഞ്ഞത് ഇന്നതാണ് എന്ന് പറയാനുള്ള ബുദ്ധിമുട്ട് എന്താന്നേ? സഭാമക്കളോടൊന്ന് പറയുന്നേ. എന്താ പറയാൻ ബുദ്ധിമുട്ട്? അപ്പൊ അത് ഞങ്ങൾ പറയില്ല. എന്താ എഴുതി കൊടുത്തത് തന്നെയാണോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാനായിട്ട് യാക്കോബായ സഭയുടെ നേതൃത്വത്തിലുള്ള ഏതോ ഒരു കക്ഷി, പിന്നെ കാതോലിക്ക കക്ഷിയുടെ ഒരു മാർക്കാണ്ഡം തിരുമേനി അടക്കം 3 പേര് പോയതായി തന്നെ കേൾക്കുന്നുണ്ട്. ഉചിതമായ സമയം ഞങ്ങൾ പറയുമ്പോൾ അത് പാസ്സാക്കി തന്നാൽ മതിയെന്ന്. ആ ഉചിതമായ സമയം എപ്പോഴാണെന്ന് ആൾക്കാരോട് ഒന്ന് പറ. വെറുതെ ആളുകളെ ഇട്ട് വെറുതെ കൊല്ലിക്കല്ലേ. സഭാ നേതൃത്വത്തിന് ഈ പള്ളികളൊന്നും പോകുന്നതിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ലേ? ഒരു കാഴ്ചപ്പാടും ഇല്ല. ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ. സഭാ നേതൃത്വത്തിന് പള്ളികൾ പോകുന്നതിൽ ഒരു കാഴ്ചപ്പാടും ഇല്ല എന്നാണോ
പറയാനുള്ളത്. അതാണെങ്കിൽ ആ വിവരം പറയണം. ഞങ്ങളുടെ കാഴ്ചപ്പാട് പള്ളികൾ പോകുന്നതിൽ ഞങ്ങൾക്ക് വിഷയമില്ല, വേണമെങ്കിൽ ഇടവക്കാർ എന്തെങ്കിലും ചെയ്തോളണം, ഞങ്ങൾക്ക് കൂദാശ ചെയ്യാനുള്ള കാഴ്ചപ്പാട് മാത്രമേ ഉള്ളൂ, കിഴിക്കിട്ട് വാങ്ങാനുള്ള കാഴ്ചപ്പാട് മാത്രമേ ഉള്ളൂ എന്നാണെന്ന് ഇടവക്കാരോടൊന്ന് പറ, വാ തുറന്ന്. അതിനെന്താ ബുദ്ധിമുട്ട്? ഞങ്ങളുടെ കാഴ്ചപ്പാട്, ഞങ്ങൾക്ക് ഇത്രയും ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇടവക്കാർ എന്തെങ്കിലും ചെയ്തോളില്ലേ? ഇത് പകുതി ചരക്ക കറിക്കും പകുതി ചരക്ക വിത്തും. ഒരു സമയത്ത് പറയും വാത്സല്യം, മക്കളെ നോക്കരുത്, പിടിക്കരുത്, കാതോലിക്ക കക്ഷിയുടെ കയ്യിലേക്ക് പോകരുത്, നോക്കരുതെന്ന് പറയും. എന്നാൽ ഇവിടുത്തെ കാര്യം എന്താണ് ചെയ്യുന്നത്? ഇത് നമ്മൾ നോക്കണ്ടേ? തന്നെയല്ല, ഞാൻ ഇന്നൊരു എക്സാമ്പിൾ പറയാം. ഇവിടെ നടക്കുന്ന പല കേസുകളും, ഇപ്പം ആറുപള്ളിയുടെയാണ്, ഈ ആറുപള്ളിയുടെ കേസുകളൊന്നും ഞാൻ നോക്കിയിട്ടല്ല സംസാരിക്കുന്നത്. ആറുപള്ളിയുടെ കേസുകളൊക്കെ വായിച്ച് മനസ്സിലാക്കലും ചിലപ്പോൾ ബുദ്ധിമുട്ടുകളാണ്, എനിക്ക് സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഇവിടെ പല പള്ളികളും നടത്തിയ കേസുകളിൽ മേൽ ചില ഉരുണ്ടുകളികളും ചില കള്ളക്കളികളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറയാൻ വരുന്നത്, ഞാൻ കോതമംഗലം വിശുദ്ധ മർത്തോമ ചെറിയ പള്ളി ഇടവക്കാരനാണ്. എൻ്റെ പേര് കുര്യാക്കോസ് മണ്ണാവർമ്മേൽ എന്നാണ്. ഞാൻ പറയുകയാണ്, ചെറിയ പള്ളിയിൽ നടന്ന കേസിന്മേൽ 28 പ്രാവശ്യം തോൽക്കുകയുണ്ടായി. 29ാമത്തെ പ്രാവശ്യം ഇടവക്കാർ കക്ഷി ചേർന്നപ്പോൾ ജയിച്ചു. എങ്ങനെയാണ് ജയിച്ചത്? 29ാമത്തെ പ്രാവശ്യം ഇടവക്കാർ കേസ് ആയി പോയപ്പോൾ പള്ളിക്കാർ കൊടുത്തിരിക്കുന്ന രേഖകൾ പരിശോധിക്കാനിടയായി. രേഖകൾ പരിശോധിച്ചപ്പോഴാണ് അറിയുന്നത്, കേസ് തോൽക്കാനുള്ള, മറുപക്ഷത്തിന് കേസ് തോൽക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് 28 പ്രാവശ്യം തോറ്റത്. ഇതേ കോടതിയിൽ തന്നെ ബഹുമാനപ്പെട്ട ദേവൻ രാമചന്ദ്രൻ്റെ ഉത്തരവുണ്ടായി. പള്ളി പിടിച്ചു കൊടുത്തില്ല എങ്കിൽ, കോതമംഗലം വിശുദ്ധ മർത്തോമ ചെറിയ പള്ളി പിടിച്ചു കൊടുത്തില്ല എങ്കിൽ കേന്ദ്ര സേനയെ വിന്യസിപ്പിച്ച് പിടിച്ചു കൊടുക്കും. ഉണ്ടായതല്ലേ? നിഷേധിക്കുന്നുണ്ടോ ആരെങ്കിലും? അപ്പോൾ ഇവിടെ അതല്ല. ഇവിടെ നമുക്ക് ആ വിഷയത്തിലേക്ക് പോകണ്ട. നമുക്ക് യാക്കോബായ സഭയിൽ നിന്ന് കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കുകയും കേരള സർക്കാർ ഒരു ബില്ല് കൊണ്ടുവരാനുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ ആ നിർദ്ദേശങ്ങൾ കൊടുത്ത് ഈ പ്രാവശ്യമെങ്കിലും ആ ബില്ല് കൊണ്ടുവന്ന സഭയിൽ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ മുന്നിൽ കൊണ്ടുവരണം. ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത്, ബില്ല് കൊണ്ടുവരാമെന്ന് പിണറായി സർക്കാർ, സഖാവ് പിണറായി ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി കൂടിയാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ബില്ല് നമ്മൾ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി സഭാമക്കളോട് പറയുകയുണ്ടായി, നമ്മളെ സഹായിക്കുന്നവരെ നമ്മൾ സഹായിക്കണം, മറിച്ച് സഹായിക്കണം, അതുകൊണ്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്നാണ് ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി ആവശ്യപ്പെട്ടത്. അതനുസരിച്ച് യാക്കോബായ സഭാവിശ്വാസികൾ വോട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കും സംശയം വേണ്ട ആ കാര്യത്തിൻ്റെ, അത് തർക്കമില്ല. പിന്നെ ഇടതുപക്ഷത്തിന് കിട്ടാതെ പോയ വോട്ട് എവിടെ എന്ന് ചോദിച്ചാൽ, മറ്റ് ചില കക്ഷികൾ വോട്ട് ചെയ്തില്ല. അത് ആരൊക്കെയാണെന്ന് സർക്കാരിന് വളരെയധികം ബോധ്യമുണ്ടെന്നേ. യാക്കോബായക്കാരൻ്റെ മാത്രം ഒരു ബഹുമാനപ്പെട്ട കൂർലോസ് തിരുമേനി, അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ്. അദ്ദേഹം ചില അഭിപ്രായങ്ങൾ, അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായം പറഞ്ഞപ്പോഴേക്കും യാക്കോബായ സഭ അത്തേ കയറി പിടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. അദ്ദേഹം സഭയിൽ മെത്രാപ്പോലിത്തി അല്ല. ഇപ്പോൾ മെത്രാപ്പോലിത്തി അല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, സഭയുടെ അധികാരമുള്ള അല്ലെങ്കിൽ സഭയുടെ ഭരണസീമയിലുള്ള മെത്രാപ്പോലിത്തി അല്ല. അപ്പൊ അദ്ദേഹം മെത്രാപ്പോലിത്തിയാണ്. അല്ലാണ്ട് വിവരം കുറഞ്ഞ ആൾക്കാർ സംസാരിക്കുന്നതിൽ വലിയ അർത്ഥമില്ല. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു, അത് മനസ്സിലായവർക്ക് മനസ്സിലായിട്ടുണ്ട് ആ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും കൂടുതൽ മെസ്സേജുകൾ വളരെ നീണ്ടുപോകുന്നത് കൊണ്ടാണ് പറയുന്നത്, എത്രയും വേഗം ബില്ല് കൊണ്ടുവരത്തക്ക രീതിയിലുള്ള ഒരു ക്രമീകരണം സഭാ നേതൃത്വത്തിൻ്റെ അകത്ത് എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറയണം. അതല്ലെങ്കിൽ യാക്കോബായക്കാരോട് പറയണം, വാത്സല്യ മക്കളെ, ഞങ്ങൾ വിചാരിച്ചാൽ നടക്കൂല, ഞങ്ങൾ കൈയൊഴിഞ്ഞിരിക്കുന്നു എന്നൊന്ന് പറ. വെറുതെ പാവപ്പെട്ട ഇടവക്കാരെ വച്ച് ചുറ്റിപ്പിക്കില്ലേ?
എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. കുര്യാക്കോസ് മണ്ണാപുറമ്പേൽ, കോതമംഗലം വിശുദ്ധ മർത്തോമ ചെറിയ ഉള്ളി ഇടവക്കാരൻ. ഓക്കെ.